ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ വേണ്ടി പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത്, ആദ്യം പറയാൻ വേണ്ടി പോകുന്നത് സുയി ടോക്കൺ അതുപോലെ തന്നെ സൊളാന, ഇതിനെ രണ്ടിനെയും വെച്ചിട്ട് കമ്പയർ ചെയ്ത് കൊണ്ടുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും പറയുന്നത്. അതിനുശേഷം മാർക്കറ്റ് അനാലിസിസിലോട്ട് പോകുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഇന്ത്യൻ എക്സ്ചേഞ്ച്, ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ചിൻ്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. സുയി ടോക്കണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സൊളാനയെക്കുറിച്ച് തന്നെ ആദ്യം പറഞ്ഞു തുടങ്ങാം. കാരണം സൊളാന ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 9 USD താഴെ വരുന്ന ടൈം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. താല്പര്യമുള്ളവർക്ക് ലോങ് ടൈം വേണമെങ്കിൽ സൊളാന ടോക്കൺ വേണമെങ്കിൽ ബൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം അതിനുശേഷം മാർക്കറ്റ് സൊളാനയുടെ പ്രൈസ് എന്ന് പറയുന്നത് 296 USD വരെ പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഡൗൺ എന്ന രീതിയിൽ 100 USD വന്നിട്ടുണ്ടായിരുന്നു. 100 USD വന്ന ടൈം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നേരത്തെ ബൈ ചെയ്ത് പ്രോഫിറ്റൊക്കെ കിട്ടിയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, വീണ്ടും സൊളാന ബൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വേണമെങ്കിൽ 100 USD വേണമെങ്കിൽ ബൈ ചെയ്യാം. പക്ഷേ റിസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ക്രാഷിലോട്ട് പോവുകയാണെങ്കിൽ വീണ്ടും സൊളാനയുടെ പ്രൈസ് ക്രാഷിലോട്ട് പോകുന്നതായിരിക്കും. ഇനി സൊളാനയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സുയി എന്ന് പറയുന്ന ടോക്കൺ, അതുപോലെ തന്നെ ആർബിട്രം, ഈ രണ്ട് പ്രോജക്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ലോങ് ടൈമിന് വേണമെങ്കിൽ താല്പര്യമില്ലെങ്കിൽ വേണമെങ്കിൽ ബൈ ചെയ്യാവുന്നതാണ്. പക്ഷേ സുയി എന്ന് പറയുന്ന ടോക്കൺ അതുപോലെ തന്നെ ആർബിട്രം എന്ന് പറയുന്ന പ്രോജക്റ്റും നല്ല പ്രോജക്റ്റ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പ്രോജക്റ്റാണ്. പക്ഷേ മാർക്കറ്റ് ക്രാഷ് ആവുകയാണെങ്കിൽ ഏകദേശം വളരെ ചീപ്പായിട്ട് പ്രൈസ് വരാൻ സാധ്യതയുള്ള രണ്ട് പ്രോജക്റ്റാണ് സുയി എന്ന് പറയുന്ന പ്രോജക്റ്റ്, അതുപോലെ തന്നെ ആർബിട്രം എന്ന് പറയുന്ന പ്രോജക്റ്റും. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് സുയി എന്ന് പറയുന്ന പ്രോജക്റ്റ് വേണമെങ്കിൽ ബൈ എടുക്കാം. സുയിയുടെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു $2.12 ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലോങ് ടൈം എന്ന രീതിയിൽ വേണമെങ്കിൽ ബൈ എടുക്കാവുന്നതാണ്. $2 കുഴപ്പമില്ല. ലോങ് ടൈം ആയിരിക്കണം. ഒരു 10 ടോക്കണെങ്കിലും ബൈ ചെയ്ത് വേണമെങ്കിൽ ലോങ് ടൈം ഹോൾഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ സുയി എന്ന് പറയുന്ന പ്രോജക്റ്റ് വേണമെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യാവുന്നതാണ്. കാരണം ധാരാളം പ്രോജക്റ്റ് സുയിൽ ഭാവിയിൽ വരാൻ വേണ്ടിയിട്ടുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ വരികയാണെങ്കിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് വരാൻ വേണ്ടിയിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, ഇനി സൊളാന എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലോങ് ടൈം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏകദേശം 400 to 600 USD വരെ വേണമെങ്കിൽ പോവാം. ചിലർ പറയുന്ന കണക്കുണ്ട്. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബിൽ പോയിട്ട് സെർച്ച് ചെയ്യുക, അതുപോലെ തന്നെ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യുക. സൊളാന എന്ന് പറയുന്നത് എതീരിയത്തിനേക്കാളും നല്ല രീതിയിൽ പെർഫോം ചെയ്യും എന്ന് പറയുന്ന കുറച്ച് പേരുണ്ട്. പക്ഷേ എതീരിയത്തിനേക്കാളും നല്ല രീതിയിൽ പെർഫോം ചെയ്യുമോ ഇല്ലയോ എന്നെനിക്കറിയില്ല. പക്ഷേ സൊളാനയുടെ പ്രൈസ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഹൈ ആവാൻ വേണ്ടിയിട്ടുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, സൊളാനയുടെ പ്രൈസ് 100 USD ഞാൻ പറഞ്ഞിട്ടുണ്ട്. റിസ്ക് കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്യാവുന്നതാണ്. പല ഗോസിപ്പും നമ്മുടെ സൊളാനയെക്കുറിച്ചുണ്ട്. ഏകദേശം പോസിറ്റീവായിട്ടുമുണ്ട് നെഗറ്റീവായിട്ടുമുണ്ട്. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് അക്സെപ്റ്റ് ചെയ്യാം, അല്ലാത്തവർ റിജക്റ്റ് ചെയ്യുക. SU ആണെങ്കിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത എതീരിയം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉറപ്പായിട്ടും ഇൻസ്റ്റിറ്റ്യൂഷൻ വന്നിട്ട് അടുത്ത ഏറ്റവും കൂടുതൽ ബിറ്റ്കോയിനേക്കാളും ഫോക്കസ് ചെയ്യുന്നത് എതീരിയത്തിലായിരിക്കും. കാരണം എതീരിയത്തിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് മാർക്കറ്റ് വൻ രീതിയിൽ അവർ ബുൾ എന്ന രീതിയിലോട്ട് മാർക്കറ്റ് മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഇൻസ്റ്റിറ്റ്യൂഷനെ വെയിൽസിനെ സംബന്ധിച്ചിടത്തോളം ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് എതീരിയത്തിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇപ്പോഴും നിൽക്കുന്നത്. അതുകൊണ്ട് അവർ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, കൂടുതൽ ബൈ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏറ്റവും പുതിയൊരു ഹൈ എന്ന രീതിയിലോട്ട് എതീരിയത്തിൻ്റെ പ്രൈസ് വേണമെങ്കിൽ കൊണ്ടുപോകാം. ഇനി എതീരിയത്തിൻ്റെ പ്രൈസ് ഇപ്പോൾ 1500-1600 USD ആണ് നിൽക്കുന്നത്. 1000 USD വന്നാലും നിങ്ങൾ ഒരു എതീരിയെങ്കിലും ബൈ ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ എതീരിയത്തിൻ്റെ പ്രൈസ് 1000 USD വരുന്ന ടൈം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. യുനിസാപ്പ് ടോക്കൻ്റെ പ്രൈസ് അപ്പോൾ എത്രയാണോ വരുന്നത് അതും കൂടുതൽ ബൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ബിറ്റ്കോയിൻ്റെ പ്രൈസിൽ നിന്ന് തന്നെ തുടങ്ങാം. ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഏകദേശം 74,000 പോയിട്ട് വീണ്ടും ഒരു 86,000 പോയിട്ട് ഒരു 84,000 USD റേഞ്ചാണ് നിൽക്കുന്നത്. ഗോൾഡിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റിയ ഹൈ ട്രെൻഡ് എന്ന രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. പലരും കേൾക്കുന്ന ഡൗട്ടാണ്, ഗോൾഡിൻ്റെ പ്രൈസിന് ക്രാഷ് ആവില്ലേ? ഉറപ്പായിട്ടും ക്രാഷ് ആവും. കാരണം ഗോൾഡിൻ്റെ പ്രൈസിന് ക്രാഷ് ആയാൽ മാത്രമേ പുതിയൊരു ഹൈ എന്ന രീതിയിലോട്ട് 4,000 USD 4,500 USD റേഞ്ചിലോട്ടൊക്കെ പോവുകയുള്ളൂ. അതുകൊണ്ട് വൻ രീതിയിലുള്ളൊരു ക്രാഷ്, അതായത് ഞാൻ നേരത്തെ തന്നെ എൻ്റെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വന്നിട്ട് ഉറപ്പായിട്ടും ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം 2023 ടൈം, 2022 ടൈം തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉറപ്പായിട്ടും ഗോൾഡിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഹൈ ആവാൻ വേണ്ടിയിട്ടുള്ള സാധ്യത കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, ഏകദേശം നല്ല രീതിയിൽ തന്നെ ഗോൾഡിൻ്റെ പ്രൈസ് ഹൈ ആയിട്ടുണ്ട്. ഉറപ്പായിട്ടും അവരെല്ലാം പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതായിരിക്കും, സെല്ല് ചെയ്യുന്നതായിരിക്കും. അതനുസരിച്ച് മാർക്കറ്റ് നല്ല രീതിയിൽ ഡൗൺ എന്ന രീതി വരുന്നതായിരിക്കും. അതനുസരിച്ച് വീണ്ടും അവർ ബൈയിലോട്ട് പോകുന്നതായിരിക്കും. അതുകൊണ്ട് ഗോൾഡിൻ്റെ പ്രൈസ് വീഴുന്ന ടൈം എന്ന് പറയുന്നത് ബിറ്റ്കോയിനും അതോടൊപ്പം തന്നെ ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസും നല്ല രീതിയിൽ ഡൗൺ എന്ന രീതിയിലോട്ട് വരുന്നതായിരിക്കും. അതുകൊണ്ട് താല്പര്യമുള്ളവർ ബിറ്റ്കോയിനേക്കാളും കൂടുതൽ എതീരിയത്തിൽ ഫോക്കസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി സ്കാൽപ്പാണ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ബിറ്റ്കോയിനിൽ തന്നെ ഫോക്കസ് ചെയ്യുക.
ഓക്കെ, അതുകൊണ്ട് 1000 USD വരുന്ന ടൈം എന്ന് പറയുന്ന എതീരിയം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ബൈ ചെയ്യാവുന്നതാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് 2000 USD, 1500 USD, അതുപോലെ തന്നെ 1000 USD എതീരിയം കുറച്ചായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ ലോങ് ടൈമിന് വേണമെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി അടുത്ത് നമ്മുടെ CET എന്ന് പറയുന്ന പ്രോജക്റ്റ് ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡൗൺ ആവുന്ന അനുസരിച്ച് നിങ്ങൾക്ക് ആവറേജ് ബൈ ചെയ്യാവുന്നതാണ്. കണ്ടോ, പുതിയൊരു ഹൈ എന്ന രീതിയിലോട്ട് മാർക്കറ്റ് പെട്ടെന്നൊരു ചേഞ്ച് എന്ന രീതിയിലോട്ട് വന്നിട്ടുണ്ട്. നേരത്തെ പുതിയ ഹൈ ബ്രേക്ക് ആയിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് ആയിട്ടില്ല. ഏകദേശം 0.10 ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് 0.40, 0.50 USD വരെ വേണമെങ്കിൽ CET വരാം. ഓക്കെ, അതുകൊണ്ട് CET ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 0.050 അല്ലെങ്കിൽ 0.055 നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി XRP എന്ന് പറയുന്നത് ഒരേ റേഞ്ചിൽ തന്നെയാണ് നിൽക്കുന്നത്. വലിയ വേരിയേഷൻ വന്നിട്ടില്ല. കാർഡിനയുടെ പ്രൈസ് 0.61 ആണ്. ഏകദേശം വലിയ വേരിയേഷൻ വന്നിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്യാം. പക്ഷേ റിസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 100% താഴെ റിസ്ക് ആണ്. ഓക്കെ, 0.30 USD വരെ വേണമെങ്കിൽ മാർക്കറ്റ് ക്രാഷ് ആവുകയാണെങ്കിൽ പോവാൻ സാധ്യത കൂടുതൽ ആണ്. ഓക്കെ, ബാറ്റ്, സിലിക്ക ഇതിൻ്റെ ഒന്നും പ്രൈസ് ഒന്നും വലിയ രീതിയിൽ വേരിയേഷൻ വന്നിട്ടില്ല. എല്ലാം അതേ സെയിം പ്രൈസ് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് മറ്റുള്ള പ്രോജക്റ്റിനെ കുറിച്ച് പറയാത്തത്. ഡോട്ടിൻ്റെ പ്രൈസ് ഏകദേശം കണ്ടോ, ഏറ്റവും ഡൗൺ എന്ന രീതി 3.70 വന്നിട്ടുണ്ട്. ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. അതുപോലെ തന്നെ പാൻകേക്ക് സ്വാപ്പും $1.88 ആണ്. താല്പര്യമുള്ളവർക്കാണെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാവുന്നത്. നേരത്തെ ഏകദേശം ഞാൻ 1.5 USD ഞാൻ ബൈ എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മാർക്കറ്റ് 4.5 USD വരെ പോയിട്ട് കേക്ക് കണ്ടോ വീണ്ടും 1.5 USD റേഞ്ചിലോട്ട് വീണ്ടും ഡൗണിലോട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് സുയി എന്ന് പറയുന്ന പ്രോജക്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈ ചെയ്യാം. ഒരു 10 എണ്ണമെങ്കിലും ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ലിങ്ക് എന്ന് പറയുന്ന പ്രോജക്റ്റ്, ചെയിൻ ലിങ്ക് എന്ന് പറയുന്ന പ്രോജക്റ്റ് ഏകദേശം 10 USD വരികയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 അല്ലെങ്കിൽ 3 വേണമെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ടോൺ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പലതവണ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന പ്രോജക്റ്റാണ്. ടോൺ ബൈ ചെയ്യാൻ വേണ്ടി ഹെബ്ബാർ എന്ന് പറയുന്ന പ്രോജക്റ്റ്. അതുപോലെ തന്നെ നമ്മുടെ പോളിഗനെ കുറിച്ച് കഴിഞ്ഞൊരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. CRO എന്ന് പറയുന്ന പ്രോജക്റ്റും ഫോക്കസ് ചെയ്യുക. ആർബിറ്റർ എന്ന് പറയുന്ന പ്രോജക്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫോക്കസ് കൂടുതൽ ചെയ്യുക. വെറ്റ് അല്ലെങ്കിൽ ബി ചെയിൻ ബൈ ചെയ്യട്ടോ എന്ന് കേട്ട് കഴിഞ്ഞാൽ 0.22 അതേപോലെ തന്നെ 0.023 നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈ ചെയ്യാം. ഓക്കെ, 0.016 വന്നാലും 0.014 വന്നാലും കൂടുതൽ ബൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇനി അടുത്ത് നമ്മുടെ വെർജിൻ അയോട്ടയുടെ പ്രൈസ് 0.15 ആണ്. 15 നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈ ചെയ്യാം. 0.20 ഞാൻ പറയുകയാണ്. അയോട്ട ബൈ സ്റ്റാർട്ട് ആവറേജ് ചെയ്യുക. ഓക്കെ, അടുത്ത് CET ഹൈ എന്ന രീതി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിജിബൈറ്റ് ഒക്കെ ഞാൻ മുമ്പോട്ട് പറയുന്നതാണ്. നിങ്ങൾക്ക് ലോങ് ടൈം താല്പര്യമുണ്ട്, പ്ലാൻ ഉണ്ടെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കുക. സിലിക്കയും ബാറ്റും റിപ്പീറ്റ് ചെയ്ത് ഞാൻ പറയുന്നതാണ്. താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്ത് വെക്കുക. വെർജ് 0.0044 ആണ്. 0.0010 ഞാൻ ബൈ എടുക്കാൻ വേണ്ടി പറയുകയാണ്. 100% ഡൗൺ ആണ്. വീണ്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ ആവറേജ് ബൈ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ റിസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഡൗൺ ആവുന്നതനുസരിച്ച് മിക്ക പ്രോജക്റ്റും ഡൗണിലോട്ട് പോകുന്നതായിരിക്കും. 100 to 150% വരെ. നെമ്പെന്ന് പറയുന്ന പ്രോജക്റ്റ് 0.016 ആണ്. ബൈ ചെയ്യാമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗൺ ആവുന്നതനുസരിച്ച് ബൈ ചെയ്യുക. 0.010 ബെസ്റ്റ് ആവറേജ് പ്രൈസ് ആണ്. താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഇനി ബിറ്റ്കോയിൻ ഗോൾഡ്, അതിനെക്കുറിച്ച് ഞാൻ സ്പെഷ്യലായിട്ട് ബിറ്റ്കോയിൻ ക്യാഷ്, ബിറ്റ്കോയിൻ ഗോൾഡിനെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. കണ്ടോ, ബിറ്റ്കോയിൻ ഗോൾഡിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 0.56 ആണ് നിൽക്കുന്നത്. ഓക്കെ, ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാകും. ഓക്കെ, കണ്ടോ അതിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഏകദേശം 501 USD നിന്നതാണ്. അതിനുശേഷം അത് വീണ്ടും ഡൗൺ എന്ന രീതി 10 USD വന്നു. 10 USD വീണ്ടും 118 USD പോയി. വീണ്ടും അത് ആവറേജ് ആയിട്ട് വീണ്ടും ഡൗൺ എന്ന രീതി 16-13 USD നിന്ന ശേഷം കണ്ടോ 0.57 USD റേഞ്ചിലോട്ട് പോയി. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബൈനാൻസ് എക്സ്ചേഞ്ചിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഡീലിസ്റ്റ് വരാനായിട്ടുള്ള കുറച്ച് ഇഷ്യൂസാണ്. അതിൻ്റെ ഭാഗമായിട്ട് കണ്ടോ. പക്ഷേ ഇത് ബൈനാൻസ് എക്സ്ചേഞ്ച് അതുപോലെ തന്നെ ടോപ്പ് ആയിട്ടുള്ള എക്സ്ചേഞ്ചിലൊക്കെ പെർഫോം ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ നല്ല രീതിയിൽ പെർഫോം ചെയ്യേണ്ട പ്രോജക്റ്റാണ്. അതുകൊണ്ട് വെയിറ്റ് ചെയ്യുക. ബൈനാൻസ് എക്സ്ചേഞ്ച് ഡീലിസ്റ്റ് ഏതെങ്കിലും പ്രോജക്റ്റ് വരികയാണെങ്കിൽ നോക്കണ്ട, അത് മൊത്തത്തിൽ ഡൗൺലെന്ന രീതിയിലോട്ട് പോകുന്നതായിരിക്കും. ഇനി ETHW എന്ന് പറയുന്ന പ്രോജക്റ്റ് ഏകദേശം 1.24 ആണ്. താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്യാം. പക്ഷേ എതീരിയത്തിൻ്റെ പ്രൈസ് 1000 USD താഴെ പോയി കഴിഞ്ഞാൽ ETHWൻ്റെ പ്രൈസ് ഏകദേശം 100% താഴെ പോകാൻ വേണ്ടിയിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അതുകൊണ്ട് വലിയ രീതിയിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് ആവറേജ് ബൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്യാവുന്നതാണ്. പിന്നെ SFP എന്ന് പറയുന്ന പ്രോജക്റ്റ്,
ഏകദേശം 0.46 ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആവറേജ് ബൈ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്.